പാലക്കാട്ടെ ബ്രൂവറിയിൽ ഒയാസിസിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. ചട്ടവിരുദ്ധമായി ഭൂമി കൈവശം വെച്ചതിന് കേസെടുക്കാമെന്നാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. അന്വേഷിക്കാൻ താലൂക്ക് ലാൻഡ് ബോർഡിന് നിർദ്ദേശം നൽകി. സ്റ്റേറ്റ് ലാൻഡ് ബോർഡാണ് അന്വേഷണത്തിന് അനുമതി നൽകിയത്. ആർ റോഷിബാൽ നമുക്കൊപ്പം. റോഷിബാൽ, ഒയാസിസിനെതിരെ കേസുമാവുകയാണ്. എന്താണ് ഈ കേസിലേക്ക് വരാനുള്ള റവന്യൂ വകുപ്പിന്റെ തീരുമാനത്തിന് പിന്നിൽ? സുജയ, കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം 15 ഏക്കറിൽ കൂടുതൽ കമ്പനികൾക്ക് കൈവശം വെക്കാൻ കഴിയില്ല. ഒയാസിസ് കമ്പനി എലപ്പുള്ളിയിൽ 23.92 ഏക്കർ ഭൂമിയാണ് കൈവശപ്പെടുത്തിയത്. അത് ചട്ടലംഘനമാണ്. ഈ സാഹചര്യത്തിലാണ് രജിസ്ട്രേഷൻ വകുപ്പ് നടപടികളിലേക്ക് കടക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ വിവരങ്ങൾ റവന്യൂ വകുപ്പിന് കൈമാറുകയും ചെയ്തു. താലൂക്ക് ലാൻഡ് ബോർഡ് ഇത് സംബന്ധിച്ച് കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ന് നിയമസഭയിൽ അൻവർ സാദത്തിന്റെ ചോദ്യത്തിന് രേഖാമൂലമുള്ള മറുപടിയിലാണ് രാമേന്ദ്രൻ കടന്നപ്പള്ളി ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും നിലവിൽ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഒയാസിസ് ഈ ഭൂമി കൈവശപ്പെടുത്തിയത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇനി റവന്യൂ വകുപ്പ് കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്നത് ഉറപ്പായി കഴിഞ്ഞു. ഈ സ്ഥാപനത്തിനെതിരെ, ഒയാസിസ് കമ്പനിക്കെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം റവന്യൂ വകുപ്പ് നൽകിയെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. സുജയ.